ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ടോംസ് വ്ലോഗ്. ഞാൻ നാട്ടിലെത്തി. ഇപ്പോൾ ചാവറപ്പള്ളിയിലാണ്. എൻ്റെ കൂടെ ചിക്കുമോളുണ്ട്. ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ നെക്സോൺ ഇ വി ആണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഡാർക്ക് എഡീഷൻ. ഇതിന് മുന്നേ നമ്മൾ വണ്ടി അല്ലേ, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് നെക്സോൺ നമ്മൾ ഓടിച്ചു നോക്കിയാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ മുന്നത്തെ വേർഷനാണ്. പയസാറിൻ്റെ ആണ് പപ്പയുടെ ഒരു ഫ്രണ്ട്. ആൾ നമ്മുടെ ഫോർച്യൂണറായിട്ട് ഹൈദരാബാദ് പോയേക്കുക. അപ്പോൾ ഈ വണ്ടി നമുക്ക് തന്നിട്ടാണ് പോയത്. അപ്പോൾ വി തോട്ട് ഓക്കെ ലെറ്റ്സ് ടേക്ക് എ ഡ്രൈവ്. അപ്പോൾ നമ്മളിപ്പം മീറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് 96 കിലോമീറ്ററാണ്, 44% ആണ് ബാറ്ററി ലെവൽ റൈറ്റ് നൗ. സോ കോട്ടയത്ത് MK മോട്ടോഴ്സാണ് ടാറ്റയുടെ ഒഫീഷ്യൽ ചാർജിങ് ഡീലർഷിപ്പ്. അവിടെ ചാർജിങ് സ്റ്റേഷൻസ് എന്തോ അവൈലബിൾ അല്ല. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ബട്ട് നോർമൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോർട്ടിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി സ്ലോ ചാർജിങ്. ആൻഡ് ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഇങ്ങനെ KSEBയുടെ അല്ലേ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം ചാർജ് ചെയ്തിട്ട് പാലാ പോകണോ തിരുവല്ല പോകണോ അങ്ങനെ ഒരു ആൻഡ് ഓൾസോ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസമാണ്. അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനും ആൾക്കാരെ കാണാനൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് റെക്കോർഡായി ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് എത്ര കൺവീനിയൻ്റ് ആണ് ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, എത്ര കൺവീനിയൻ്റ് ആണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കേരളത്തിൽ എത്ര ഇതാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചിക്കുവിൻ്റെ അൽഫോൻസോയുടെ ഫാദർ പുതിയ EV ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം ഡെലിവറി. ബട്ട് ദേ ഹാവ് ദെയർ ഓൺ സോളാർ ചാർജിങ് എല്ലാം വീട്ടിലുള്ളതുകൊണ്ട് പുറത്ത് പോയി വേറെ എക്സ്ട്രാ അഡീഷണൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ആദ്യമായിട്ടൊരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആൾ, വീട്ടിൽ സോളാർ ചാർജിങ് സ്റ്റേഷനൊന്നും ഇല്ലാത്ത ഒരാൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട്. ഈവൻ ഈ വണ്ടിയുടെ ഓണർ തന്നെ അവർ ഹൈദരാബാദ് പോകുന്നത് കൊണ്ട് നമ്മുടെ ഫോർച്യൂണർ എടുക്കാനുള്ള കാരണം ഈ ചാർജിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. സോ ലെറ്റ്സ് സീ ഹൗ കൺവീനിയൻറ്റ് ദ നെക്സോൺ EV ഈസ്. ബട്ട് ഞാൻ ടാറ്റയിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ടാറ്റയിലാണ്. ബട്ട് ആസ് ഫോർ മീ ദ നെക്സോൺ EV ദ ക്വാളിറ്റി ഈസ് വേ ബെറ്റർ. ഒരു ടാറ്റ ഇറക്കിയ ഒരു വണ്ടി എന്നുള്ള ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ they have changed a lot in quality, design and performance is so awesome. അത് സ്പോട്ടിൽ ഇടുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഡാർക്ക് എഡീഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ ഗ്ലോസി ബ്ലാക്ക്, ഈവൻ ഫുൾ എല്ലാം ബ്ലാക്ക് ആണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ലുക്കിംഗ്. So stay tuned, let's see what happens. Bye.